നീ സൈഡിലേക്കല്ലേ കയറ്. വേണ്ട ചേച്ചാ, ഞാൻ ഇന്നലെ മൊത്തം ഇരിപ്പായിരുന്നു. നല്ലൊരു നടപ്പ് കിട്ടിയിട്ടില്ല. എന്നാ പിന്നെ ഉണ്ടല്ലോ, ആ പോസ്റ്റ് ഓഫീസിൻ്റെ അടുത്തുള്ള ദേവൻസ് കാറ്ററിംഗ് ചോദിച്ചാൽ മതി. പെട്ടെന്ന് വേണം, നല്ല നടപ്പുണ്ട്. നിങ്ങളെ ബൈക്ക് അങ്ങോട്ട് വെച്ചു, നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് നടന്നു പോകും. കൂടെ നീ ഒറ്റക്കങ്ങോട്ട് ഉണ്ടാവും മതി. ബൈക്കൊക്കെ ചേട്ടാ നമസ്കാരം. സോമ ഇന്ന് ചില്ലറ അതിന് ചില്ലറ ആര് ചോദിച്ചു? കൊള്ളാലോ. ചില്ലറക്കാണെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് പോരും. വിഷം തളിച്ച പച്ചക്കറിയാണെന്ന് പറഞ്ഞേ ഒരു സാധനം ഇവിടുന്ന് വാങ്ങിക്കത്തില്ല. വെറും പാഴ്. വിഷമടിച്ച പച്ചക്കറിയാണോ പൊന്നപ്പ? പിന്നെ അതൊക്കെ വെറുതെ ചുമ്മാ അന്ധവിശ്വാസമാ. ഇവിടെ കേരളത്തിൽ അങ്ങനെ നടക്കില്ല. ഇവിടെ ഭയങ്കര സ്ട്രിക്റ്റ് അല്ലേ. ഒരു ചട്ടി കൂടി. മല്ലി നിനക്ക് 2 ചട്ടി തല വെച്ച് കൊണ്ടുപോകാൻ പറ്റുമോ? ഇല്ലല്ലോ. പിന്നെ ഇത് കൊണ്ടുപോയിട്ട് ഒരു ചട്ടി കൊണ്ടുപോവാ. വേണ്ട, ചുമക്കത്രക്കാകുമ്പോ പോരാ, സാധകം ചെയ്യണം. സോമൻ വരുന്നുണ്ട്, വലിക്കണ കാണണ്ട. സോമനല്ലേ, പെട്രോൾ പമ്പൊന്നും അല്ലല്ലോ. താൻ അനുഭവിച്ചോ. ബീഡിയാ ജൈവ ജൈവത്തെണ്ടി. കാലത്തെഴുന്നേറ്റൊരു ബീഡി കൃത്യമായി അങ്ങ് പുകച്ചിടുന്നു. ഏതൊരു ചങ്ങാതി ഗ്രഹത്തിങ്കൽ വന്നാലും ആദ്യത്തെ സൽക്കാരം ബീഡിയാണ്. ബീഡി വലിക്കാത്ത മൂഢന്മാർ ഒന്നിനും താടിയില്ലെന്നു ചിലർ പറയും. കാതിലൊരു മുറി ബീഡി ചേട്ടാ, ഇന്നലെ കാവാലമ്പള്ളിയിലെ കല്യാണത്തിന് ചേട്ടന്റെ ബിരിയാണിയാണെന്ന് കേട്ടല്ല? അതെ, നമ്മുടെ കാറ്ററിംഗ് ആയിരുന്നു. ചിക്കൻ ബിരിയാണി ആയിരുന്നല്ലേ? സജിയെ, നീ എന്നതാ ഉദ്ദേശിച്ചെന്ന് എനിക്ക് മനസ്സിലായി. എന്നാലേ അതല്ല ഇത് നിങ്ങൾക്ക് വേണ്ടി ജാനകി ഉണ്ടാക്കിയ സ്പെഷ്യൽ കലക്കൻ ബിരിയാണി ആണോ? എന്നാ ഒരു മുട്ടൻ പീസും കൂടി കൊടുക്കണ്ട. അല്ലേ കുറ്റം പറയാനുള്ളതല്ലേ. ആവശ്യമുള്ള കഴിച്ചാൽ പോരാ സഹിച്ചേട്ടാ, വെറുതെ തന്നെ കൊളസ്ട്രോൾ കൂട്ടുന്ന. നീ ഇവിടെ ഉണ്ടായിരുന്ന? ഇയാള് കഴിക്കുന്നില്ലേ? ചേച്ചിയൊന്നും വിചാരിക്കല്ലേ, ഞാൻ പുറത്തുനിന്നൊന്നും കഴിക്കാറില്ല. എനിക്കുള്ള ഭക്ഷണം ഞാൻ കയ്യിൽ കരുതാറാ പതിവ്. മോനെ, ഇത് നമ്മുടെ സ്വന്തം കാറ്ററിംഗിലെ ഫുഡാ, ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്. അയ്യോ വേണ്ട ചേട്ടാ. സോമനെ നിർബന്ധിക്കണ്ട, ഇവൻ ജൈവനാ.